തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും. കാര്യം ഇതൊരു അനീതിയാണ്. ഇത് ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ. ഇങ്ങനെയൊരു അനീതിക്ക് ഇവർക്കത് ഈ അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ട് പോരുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നത് ഇപ്പോഴാണ്. എക്സിക്യൂട്ടീവിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രസിഡൻ്റായിട്ട് തന്നെ മത്സരിക്കാനാണ് എൻ്റെ തീരുമാനം. പ്രസിഡൻ്റായിട്ട് അവരെന്നെ മത്സരിച്ച് തോൽപ്പിച്ച് കാണിക്കട്ടെ, അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോൽപ്പിച്ച് കാണിച്ചു തരട്ടെ. അത് അല്ലാതെ ഇങ്ങനെ അവരുടെ ഒരാളെ വെച്ച് വരണാധികാരിയെ വെച്ച് ഒരു നിഷ്പക്ഷനല്ല എന്നതിന് കൃത്യമായ തെളിവാണല്ലോ 25 വർഷമായി ഒരാളിരിക്കുന്നത് തന്നെ. പിന്നെ നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനെ ഒരു വരണാധികാരിയെ വെക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കോടതിയെ സമീപിച്ച് ചെയ്യുമ്പോൾ അതിനൊരു കാലതാമസം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ച എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കെങ്കിലും അതിനൊരു സർട്ടിഫിക്കറ്റ് പറയുന്നതാണ്. അതിലേക്ക് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട്. അതിൽ എന്തായാലും ഈ അസോസിയേഷനിൽ കയറുക എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ മത്സരിക്കും. അത് ഞാൻ മത്സരിച്ച് തന്നെ കയറും. മത്സരിച്ച് അത് എല്ലാവരും അറിയേണ്ടതാണ്. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തമായിട്ട് കുറച്ച് പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത്. ആ കോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത്. എന്താണ് ഇവിടെ കണ്ടത്? ഇപ്പോൾ സുരേഷ് കുമാറും സിയാദ് കോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായുസവും ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇതാണ് മറ്റുള്ള എല്ലാ നിർമ്മാതാക്കളോടും ചെയ്യുന്നത്. ഇവിടെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും ആരെയും സമ്മതിക്കാറില്ല. എനിക്ക് വേറെ വഴിയില്ലല്ലോ. എനിക്ക് കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമല്ലേ വഴിയുള്ളൂ. കാരണം ഇവിടെ ഒരു റിട്ടേണിംഗ് ഓഫീസറെ വെച്ചേക്കുന്നത് പോലും അവർ തന്നെ വെച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അവിടെ നീതി കിട്ടുന്നില്ലല്ലോ. ഇപ്പം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പം നീതി കിട്ടാത്തടത്ത് എനിക്ക് കോടതിയെ സമീപിക്കാനേ വഴിയുള്ളൂ. പിന്നെ ഇലക്ഷൻ പ്രോസസ്സ് ഓൾറെഡി സ്റ്റാർട്ട് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല. അതെല്ലാം ഇനി കോടതിയുടെ ഒരു 100% മെറിറ്റ് ഉള്ളൊരു കേസാണ് എൻ്റെത്. ഞാൻ സിനിമകൾ ചെയ്തിട്ടുള്ളതാണെന്ന് ഇവിടെയുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്.